എന്നത്തെയും പോലെ നമ്മൾ ഇന്നും തുടങ്ങുന്ന നമ്മളെ സ്ഥിരം സ്പോട്ട് പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ്. നമ്മൾ അടുത്ത നിയറസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും ഈവനിങ്ങിൽ ഇവിടെ വരും. ഇവിടെ ഭയങ്കര റഷായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവരും വരുന്നതൊക്കെ ഇതിനൊക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും വരും, ഫുഡൊക്കെ കഴിക്കും, കാറ്റ് കൊള്ളും, അങ്ങ് പോവും. അപ്പോൾ ഇന്ന് ഇതല്ല നമ്മളെ മെയിൻ സ്പോട്ട്. മറ്റൊന്നാണ് കണ്ണൂരിലെ പെപ്പർ പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂർ നമ്മളെ കസിൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ടൊന്ന് ഇവിടുത്തെ ഫുഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ ഒരു സ്ഥലം എന്ന് പറയാൻ അങ്ങനെ റോഡ് സൈഡ് അല്ല. പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഉള്ളിലോട്ടായിട്ടുള്ള സ്ഥലം. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് തന്നെ എനിക്കൊരു ഡിസപ്പോയിൻറ്റഡ് ആയത് ഇവിടെ ഒരു സെർവിങ്ങിൻ്റെ ഒരു സ്ഥലം ഭയങ്കര പരിമിതിയാണ്. നമ്മളവിടെ എത്തിയിട്ട് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ട് ഒരു സീറ്റ് കിട്ടിയത്. പുറത്തൊക്കെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ അവർ സെർവ് ചെയ്യുന്നില്ല. ഒരു സ്ഥലപരിമിതി ഉണ്ട്. പക്ഷേ എന്നാലും ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് മെച്ചമാണ്. അങ്ങനെ ഹൈ റേറ്റോ അങ്ങനെ എക്സ്പെൻസീവ് ഒന്നല്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ. നോർമൽ എല്ലാ ഒരു ഡിഷിന് വീഴുന്ന ഒരു നോർമൽ റേറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത് നമ്മുടെ മെയിൻ ഐറ്റംസൊക്കെ തന്നെയായിരുന്നു. ഇവിടെ പോപ്പുലറായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം പറയുകയാണെങ്കിൽ റീൽസിലൊക്കെ കണ്ടിട്ട് കൂടുതലുള്ളത് ടൈഗർ ഗ്രിൽഡ് ചിക്കൻ വരുന്നുണ്ട്, പിന്നെ അമേരിക്കൻ ചോപ്സി, ഒരു ഹണി കേക്ക്, അതുപോലെ തന്നെ ചോക്ലേറ്റ് എഡ്കസി, അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹണി കേക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, ടൈഗർ ഗ്രിൽ ചിക്കനും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ കണ്ടൊക്കെ ഓർഡർ ചെയ്തു. മെയിനായിട്ട് നമ്മൾ ഹോട്ട് ആൻഡ് സോർ സോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രീം ഓഫ് ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, അതൊക്കെയാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത്. ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഹോട്ട് ആൻഡ് സൊറൊക്കെ ആകുമ്പോഴും ഒരു 120 ആണ് റേറ്റ് വരുന്നത്. ക്രീം ഓഫ് ചിക്കൻ ആണെങ്കിൽ 150, ഡ്രാഗൺ ചിക്കൻ നോർമൽ 250 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മളൊരു ചിക്കൻ ഹോട്ട് സ്പൈസി നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 180 ആണ് വരുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഇതൊക്കെ കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് അവസാനമായിരുന്നു ഈ ഒരു ഐറ്റം നമ്മൾ സെർവ് ചെയ്ത് തന്നത്. നമ്മൾ പതിയെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊന്ന് കുറച്ച് ലേറ്റായി പോയത്. പക്ഷേ നമ്മളെല്ലാം കൂടി കഴിച്ച് ലോഡഡ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിച്ചതിൽ ഏറ്റവും നല്ലൊരു ഡിഷ് എന്ന് പറയുകയാണെങ്കിൽ ചില്ലി ബീഫ് ബൗളായിരുന്നു. പിന്നെ ലോഡഡ് ചീസ് ചിക്കൻ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഡഡ് ചീസ് ചിക്കൻ ഫ്രൈസിന് 240 ആണ് റേറ്റ് വരുന്നത് ഇവിടെ. പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോ, അതിനാകുമ്പോൾ ഒന്നിന് 110 ആണ് റേറ്റ് വരുന്നത്. എടുത്തു പറയാനുള്ളത് ചില്ലി ബീഫ് ബൗളാണ്. അടിപൊളി. ആ ഒരു ഗ്രേവി ആയാലും ഒരു ബോൺലെസ് ബീഫായാലും ഒക്കെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ചില്ലി ബീഫ് ബോൾ. അതിന് 270 ആണ് ഒരു ബോളിൽ വരുന്നത്. ഈ ചില്ലി ബീഫ് ബോളിൽ നമുക്ക് ചൂസ് ചെയ്യുന്ന പോലെ ഒന്നുകിൽ റൈസ്, ഫ്രൈഡ് റൈസ് കോമ്പിനേഷനായിട്ട് എടുക്കാം, ഓർ അതർവൈസ് നൂഡിൽസ്. നമ്മൾ ഫ്രൈഡ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചില്ലി ബീഫിൻ്റെ കൂടെ. ഒരു അടിപൊളി ഐറ്റമായിരുന്നു. ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നൊരു ഐറ്റം അതാണ്. എല്ലാ ഭക്ഷണവും അടിപൊളിയായിരുന്നു. എന്നാൽ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് അതാണ്.